ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ എൻ്റെ മോർണിംഗ് റൂട്ടീൻ വീഡിയോ ആണ് ചെയ്യുന്നത്. രാവിലെ ഒരു 6 മണി ആകുമ്പോഴേക്കും എഴുന്നേക്കും. എന്നിട്ട് ഫ്രഷായി പ്രയറൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ കിടന്നുറങ്ങും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉമ്മയാണ് തയ്യാറാക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ പേരിൽ ആ റെസിപ്പീസ് കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഞാനാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 5:30 അലാറം വെക്കും. പക്ഷേ എഴുന്നേൽക്കാനായിട്ട് ഒരു 5:45 അല്ലെങ്കിൽ ഒരു 6 മണിയൊക്കെ അടുപ്പിച്ചാവും എഴുന്നേൽക്കുക. എന്നിട്ട് ഒന്ന് ഫ്രഷ് ആകും. അപ്പോൾ ഫ്രഷായി വന്നു കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് എത്തി. ഇനി ചായ തയ്യാറാക്കാൻ പോവാണ്. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ചായ തയ്യാറാക്കുകയാണ്. അപ്പോൾ രാവിലെ കോഫി കുടിക്കാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മാത്രമായിട്ട് ഒരല്പം കോഫി തയ്യാറാക്കിയെടുക്കുകയാണ്. കോഫി മാത്രമേ ഉള്ളൂ, അതിന് കൂടെ സ്നാക്കൊന്നും കഴിക്കില്ല. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോഫീൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ചാനലിൽ, സ്പെഷ്യൽ കോഫി തയ്യാറാക്കുന്ന വീഡിയോ ഒക്കെ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചായക്കുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിലുള്ള കടുപ്പൊക്കെ അങ്ങ് ഇറങ്ങി വന്നോളൂ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ കോഫി കുടിക്കാനായിട്ട് ഞാൻ കൊലായിൽ ഒരു സീറ്റിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് കോഫി നല്ല ചൂടായതിൻ്റെ പേരിൽ ഞാൻ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം നനച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് രാവിലെ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെടികൾക്കൊക്കെ വെള്ളം നനച്ച് കൊടുക്കാനാണ്. ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് അങ്ങനെ ചെയ്യുമ്പോൾ. ചെടികൾക്കൊക്കെ കംപ്ലീറ്റ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഞാൻ മുറ്റം നന്നായിട്ടൊന്ന് നനച്ചിടും. അപ്പോൾ പൊടികളൊക്കെ നമ്മുടെ വീടിനകത്തേക്ക് കയറുന്നതൊക്കെ ഒരുവിധമൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യും. ഇങ്ങനെ ചെയ്താൽ മാക്സിമം പറ്റുന്നത്രയും ഞാൻ നനച്ചിടാറുണ്ട്. എന്നിട്ടാണ് മുറ്റം അടിച്ചു വാരാറ്. ചെടികൾക്കൊക്കെ നന്നായിട്ട് വെള്ളം നനച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ചെടികളൊക്കെ നല്ല ഹാപ്പിയായി. മുറ്റമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് നമ്മൾ നേരത്തെ ചൂടൊക്കെ മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ കോഫി കുടിക്കണം. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അത് ചൂട് മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ ഒട്ടും ചൂടില്ല കോഫി കുടിക്കാനായിട്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം.
അപ്പോൾ ഇത് തലേ ദിവസം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണ്. അത് നമുക്ക് ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തിട്ട് ഗ്രീൻ പീസ് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള, തക്കാളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ വെളുത്തുള്ളി, ഇഞ്ചിയൊന്നും ചേർക്കുന്നില്ല. ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കണം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് ഞാൻ ദോശയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു ഇരുമ്പിൻ്റെ തവ എടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ദോശൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടിയത്. ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഈ ദോശയാണ്. നല്ല സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്, എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഗ്രീൻ പീസ് കറിക്ക് ഒന്നും കൂടി ഒരു കൊഴുപ്പ് കിട്ടാനായിട്ട് ഇത് ഒന്ന് ചൂടൊക്കെ മാറിയതിന് ശേഷം ഇതിൽ നിന്ന് ഒരല്പം നമുക്ക് എടുക്കുക. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പൊതുവേ ഇങ്ങനെ കടലക്കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ തേങ്ങ അരക്കാതെ നമ്മൾ തയ്യാറാക്കിയാൽ അതിന് ഒരു കൊഴുപ്പ് കുറവായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ആണെങ്കിൽ നമ്മുടെ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. തേങ്ങ അരക്കാതെ തേങ്ങ അരച്ചൊരു ടേസ്റ്റ് കിട്ടും നമുക്ക്. ഇനി ഇതിലേക്ക് അല്പം കൂടി വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർത്തതുകൊണ്ട് ഒരു അല്പം നേരം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ വെള്ളത്തിൻ്റെ ഒരു റോ സ്മെല്ലൊക്കെ പോകുന്നത് വരെ. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം.
അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേപ്പിലയും പിന്നെ ഒരു വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മോർണിംഗ് റൂട്ടീൻ. എല്ലാവരുടെയും പോലെ തന്നെയാകും, പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്